Welcome to NCERT +1 and +2 Physics. Okay, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതിനകത്തുനിന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സമ്മറി പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. A string of length L fixed at both ends or an air column closed at one end and open at the other end or open at both ends vibrates with certain frequencies called their normal modes. Each of these frequencies is a resonant frequency of the system. Beats arise when two waves having slightly different frequencies, nu1 and nu2, and comparable amplitudes are superposed. The beat frequency, that is nu beat, is given by nu1 minus nu2. ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇന്ന് നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 15.8, ദാറ്റ് ഇസ് ദ ഡോപ്ലർ എഫക്റ്റ്. ഡോപ്ലർ എഫക്റ്റ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, അപ്പം ഇനി നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആക്ച്വലി ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം സപ്പോസ് നിങ്ങളൊരു ട്രെയിനിന്റെ അടുത്ത് പോയി നിൽക്കുകയെന്ന് വിചാരിക്കുക. അത് അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ശബ്ദം കൂടുതലായിട്ട് തോന്നും. അത് പോയി കഴിയുമ്പം ഒരുപാട് കുറയുന്നതായിട്ട് തോന്നും. എന്താ പറയാ, പോകാൻ തുടങ്ങുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് ശബ്ദം കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. അത് ലൗഡ്നെസ് ഇൻക്രീസ് ചെയ്യും. എന്താ പറയാ, അതിലെ ഫ്രീക്വൻസിയുടെ ആ ഇൻക്രിമെന്റും ഡിക്രിമെന്റും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സൗണ്ട് ഇപ്പൊ ഒരു സ്പീക്കറിന്റെ അടുത്തേക്കോ മറ്റോ പോവുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ അങ്ങനെ ഒരു സ്പീക്കറിന്റെ അടുത്തേക്ക്, സ്പീക്കർ അവിടെ ഇരിക്കുകയാണ്, നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും ആ സൗണ്ടിന്റെ പിച്ച് കൂടുന്നതായിട്ട് നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് കേൾക്കുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, ആക്ച്വലി ആ സ്പീക്കർ ഉണ്ടാക്കുന്ന ശബ്ദത്തെക്കാട്ടി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആക്ച്വലി. അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം അതിന്റെ ആ സ്പീക്കറിന്റെ ഇപ്പൊ ഏതെങ്കിലും ലൗഡ് സ്പീക്കർ ഉണ്ടെങ്കിൽ അതിന്റെ ഒരുപാട് മാറി പോവുകയാണെങ്കിൽ, അതിന്റെ അടുത്ത് നമ്മൾ മാറി പോവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആ അതിന്റെ അത് ശരിക്കുമുള്ള പിച്ചിനെക്കാട്ടിയും കുറവായിട്ടുള്ള ഒരു പിച്ചായിരിക്കും നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കണ്ട ഈ ഒരു സൗണ്ടിന്റെ ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് സൗണ്ടിന്റെ ഫ്രീക്വൻസിയുടെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു മോഷൻ. അത് മോഷൻ റിലേറ്റഡ് ആയിട്ട് സൗണ്ടിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് നമ്മൾ ഇവിടെ എല്ലാം കണ്ടത്. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ച് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒന്നുമില്ലെങ്കിൽ സോഴ്സ്. ഇപ്പൊ നമ്മൾ സ്റ്റേഷൻ നിൽക്കുമ്പോൾ ട്രെയിൻ പോകുമ്പോഴും ട്രെയിൻ വരുമ്പോഴും ഒക്കെ നമുക്ക് ഇത് തോന്നാറുണ്ട്. അപ്പൊ അവിടെ എന്താണ്, നമ്മുടെ ആരാണോ സൗണ്ട് ഉണ്ടാക്കുന്ന ആൾ, അതാണ് സോഴ്സ്. ഫ്രം വേർ ഡസ് ദ സൗണ്ട് കംസ്, അതാണ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ കേസിൽ സോഴ്സ് മൂവ് ചെയ്യേ നമ്മൾ നിൽക്കുവാണെങ്കിലും സോഴ്സ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ആ ഫ്രീക്വൻസി, സൗണ്ടിന്റെ ആ വേവ് ഫ്രീക്വൻസി മാറുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ലൗഡ് സ്പീക്കറിന്റെ അടുത്തേക്ക് പോവുകയും അല്ലെങ്കിൽ ദൂരേക്ക് മാറിപ്പോവുകയും ചെയ്യുമ്പോൾ നമ്മളാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ എന്ന് പറയുന്നത് ഒബ്സർവറിന്റെ മൂവ്മെന്റിനനുസരിച്ച് നമുക്ക് വേറെ കേൾക്കാം. ഇനി രണ്ടും മൂവ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ സോഴ്സും ഒബ്സർവറും, അത് ഇവരെല്ലാം എന്താണ് റിലേറ്റീവ് ടു സം മീഡിയം, റിലേറ്റീവ് ടു ദ മീഡിയം. എന്താണ് മീഡിയം മീൻസ് എയർ ഹിയർ. ഓക്കെ, അപ്പം അതനുസരിച്ച് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ആ ഫ്രീക്വൻസി, കേൾക്കുന്ന ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരുന്നു. ആ ഫിനോമിനെയാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഡോപ്ലർ എഫക്റ്റ് ഈസ് ബേസിക്കലി ദ ചേഞ്ച് ഇൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി അത് ഈ ചേഞ്ച് ഇൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, ഒബ്സർവർ ആണ് ആ ഒരു ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെ വ്യത്യാസം ഒബ്സർവറിനാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, change in observed frequency of a wave when the source, ഒന്നുമില്ലെങ്കിൽ അത് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഏജന്റ് തന്നെ മൂവ് ചെയ്യാം, ഓർ ദ ഒബ്സർവർ, നമ്മൾ കേൾക്കുന്ന, നമ്മൾ ലിസണർ ആരാണോ അതിനെ വീക്ഷിക്കുന്ന ആ ആളുടെ മൂവ്മെന്റ് വെക്കാം, അല്ലെങ്കിൽ രണ്ടു പേർക്കും മൂവ് ചെയ്യാം. ഓക്കെ, റിലേറ്റീവ് ടു മീഡിയം. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് കാണുന്ന ഒരു ഫിനോമിനാണ്, നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫിനോമിനാണ്. ദിസ് ഇസ് ദ ഡോപ്ലർ എഫക്റ്റ്. ഓക്കെ, അപ്പോ
ഓസ്ട്രിയൻ ഫിസിസ്റ്റായ ജോഹൻ ക്രിസ്റ്റൻ ഡോപ്ലർ ആണ് ഇത് ആദ്യമായിട്ട് ഇത് പ്രപ്പോസ് ചെയ്ത് ഇങ്ങനെ ഒരു എഫക്റ്റ്. അത് കഴിഞ്ഞിട്ട് വൈസ് ബാലൻ എന്ന് പറയുന്ന ഒരു ഹോളണ്ട് സയന്റിസ്റ്റ് ആണ് അത് ടെസ്റ്റ് ചെയ്തത്. ഓക്കെ, 1845. ഇപ്പൊ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു വേവ് ഫിനോമിനൻ ആണ്. ഓക്കെ, വേവ് ഫിനോമിനൻ ആണ് ദിസ് ഡോപ്ലർ എഫക്റ്റ്. വേവിന് കാണപ്പെടുന്ന വേവിന് നമ്മളിവിടെ വേവ് ഫിനോമിനൻ ആണ്. വേവിന്റെ ഫ്രീക്വൻസിക്ക് വരുന്ന വ്യത്യാസമാണ്. അപ്പൊ ഇവിടെ നമ്മൾ സൗണ്ട് വേവ്സ് ആണ് പറഞ്ഞത്. ഇത് സൗണ്ട് വേവ്സിന് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ ലൈറ്റ് വേവ്സിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ദാറ്റ് മീൻസ് സൗണ്ട് വേവ്സിനും അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനും എന്താണ് ഈ ഒരു ഫിനോമിന ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന സൗണ്ട് വേവ്സ് മാത്രമായിരിക്കും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. നമ്മളിവിടെ ഡോപ്ലർ എഫക്റ്റ് ഇൻ സൗണ്ട് വേവ്സ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഡോപ്ലർ എഫക്റ്റ് ഇൻ സൗണ്ട് വേവ്സ് അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അത് തന്നെ നമ്മൾ 3 ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ ഫ്രീക്വൻസി ചേഞ്ച് എങ്ങനെയാണെന്ന് നോക്കും. അതിൻ്റെ ഒക്കെ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒബ്സർവർ സ്റ്റേഷനറി ആണ്. ഓക്കെ, ഒബ്സർവർ ഈസ് സ്റ്റേഷനറി ബട്ട് സോഴ്സ് ഈസ് മൂവിങ്. ഒബ്സർവർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു. ഒബ്സർവർ ഈസ് സ്റ്റേഷനറി, സോഴ്സ് ഈസ് മൂവിങ്. സോഴ്സ് മൂവ് ചെയ്യുന്നു. ഏതാണ് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദം എവിടുന്ന വരുന്ന അതാണ് റിലേറ്റീവ് ടു ദ മീഡിയം മൂവ് ചെയ്യുന്നത്. ഒബ്സർവർ കേൾക്കുന്ന ആൾ അതേപടി അവിടെ നിൽക്കുന്നു. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവർ മൂവ് ചെയ്യുന്നു, അത് നമ്മൾ മൂവ് ചെയ്യുന്നു. ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് സോഴ്സ് ആണോ എവിടുന്ന ശബ്ദം വരുന്ന അതിന് മൂവ്മെന്റ് ഇല്ല. ഓക്കെ, അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു. ഇതാണ് നമ്മൾ രണ്ടാമത് നോക്കുന്ന കേസ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും മൂവ് ചെയ്യുന്നു. ബോത്ത് the observer and the source are moving. Both the observer and the source are moving. Okay, അപ്പോ നമ്മുടെ ഈ ഒരു നമ്മളിവിടെ കണ്ടല്ലോ, ഈ ഒബ്സർവർ ഈസ് സ്റ്റേഷനറി, സോഴ്സ് ഈസ് മൂവിങ്. നെക്സ്റ്റ് കേസ് നോക്കുന്ന ഒബ്സർവർ ഈസ് മൂവിങ്, സോഴ്സ് ഈസ് സ്റ്റേഷനറി. അപ്പൊ ഇത് രണ്ടും വ്യത്യാസമാണ്. ഇതിന് രണ്ടും വ്യത്യാസമാണ്. നമ്മൾ ചിന്തിക്കും ഒരാൾ നിൽക്കുകയും മറ്റൊരാൾ മൂവ് ചെയ്യുകയും ചെയ്യുമല്ലേ, അപ്പൊ ഒരുപോലെ അല്ലേ എന്നുള്ളതല്ല. പക്ഷെ അത് വ്യത്യാസമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മോഷൻ മോഷൻ എന്ന് പറയുന്ന ആരുടെ മോഷൻ എന്ന് വെച്ചാൽ റിലേറ്റീവ് ടു ദ മീഡിയം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒബ്സർവർ സ്റ്റേഷനറി ആകുമ്പോൾ സോഴ്സ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് സ്പീഡ് ഓഫ് ദി സോഴ്സ് റിലേറ്റീവ് ടു ദ മീഡിയം ആയിരിക്കും. ഒബ്സർവർ ഈസ് മൂവിങ്, സോഴ്സ് ഈസ് സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന സ്പീഡ് ഓഫ് ഒബ്സർവർ റിലേറ്റീവ് ടു ദ മീഡിയം നമ്മളിവിടെ എടുക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എല്ലാ വേവ്സിനും ഒരു മീഡിയം വേണം പ്രൊപ്പഗേഷൻ. ബട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനാണെങ്കിൽ മീഡിയത്തിന്റെ ആവശ്യമില്ല പ്രൊപ്പഗേഷന്. ഓക്കെ, അപ്പം അങ്ങനെ മീഡിയം ഇല്ലാത്ത ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പോലത്തെ കേസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് മീഡിയം ഇല്ല. അപ്പം മീഡിയം ഇല്ലെങ്കിലും ഈ മീഡിയം ഇല്ലാത്ത കാരണം തന്നെ ആ കേസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ കേസിൽ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. സോഴ്സ് ആണെങ്കിൽ ഒബ്സർവർ മൂവ് ചെയ്താലും. കാര്യം വെച്ചാൽ സിറ്റുവേഷനെ ഡിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഇപ്പം ഈ സൗണ്ട് വേവ്സിനെ പറയുന്ന പോലെ സ്പീഡ് ഓഫ് സോഴ്സ് റിലേറ്റീവ് ടു മീഡിയവും സ്പീഡ് ഓഫ് ഒബ്സർവർ റിലേറ്റീവ് ടു മീഡിയം ഒന്നും എടുക്കാനില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ റിലേറ്റീവ് സ്പീഡ് ഓഫ് സോഴ്സ് ആൻഡ് ഒബ്സർവർ. അതുകൊണ്ട് തന്നെ അവിടെ അത് സെയിം ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ദിസ് ഇസ് സെക്ഷൻ 15.8.1 ആണ്. സോഴ്സ് മൂവിങ്, ഒബ്സർവർ സ്റ്റേഷനറി. സോഴ്സ് മൂവിങ്, ഒബ്സർവർ സ്റ്റേഷനറി. ഈ കേസിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് കേസാണ് എടുക്കുന്നത്. നമ്മൾ 3 കേസ് പഠിക്കുമെന്ന് പറഞ്ഞു. സോഴ്സ് മൂവിങ് ആണ്, ഒബ്സർവർ സ്റ്റേഷൻ നമ്മൾ നോക്കി കാണുകയാണ്. സോഴ്സ് ആണ് ഇവിടെ മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒബ്സർവറിനെയാണ് O എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോഴ്സിനെയാണ് S എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ S1 S2 രണ്ട് പൊസിഷൻ കാരണമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഞാൻ പറഞ്ഞല്ലോ വെലോസിറ്റി ഓഫ് ദാറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഒബ്സർവർ റിലേറ്റഡ് ടു മീഡിയം ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ മെൻഷൻ ചെയ്യണം. അപ്പൊ ഒബ്സർവർ ടു സോഴ്സ് ഈ ഡയറക്ഷൻ ആണ് പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സോഴ്സ് ടു ഒബ്സർവർ എന്നാണ് തിരിച്ചാണെങ്കിൽ ഇപ്പം അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി പോസിറ്റീവും ഇങ്ങോട്ടാണ് മൂവ്മെന്റ് എങ്കിൽ വെലോസിറ്റി നെഗറ്റീവായി മാറും. ഓക്കെ, നമ്മുടെ കൺവെൻഷൻ ഒബ്സർവർ ടു സോഴ്സ് എന്ന് പറഞ്ഞ ഡയറക്ഷനാണ് നമ്മൾ
പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാൻ നമ്മളൊരു സോഴ്സ് ഉണ്ട്, ആൻഡ് ആ സോഴ്സ് എന്ന് പറയുന്നത് vs വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം സോഴ്സിന്റെ വെലോസിറ്റി, അത് സോഴ്സിന്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ മീഡിയത്തിനെ വെച്ചിട്ട് സോഴ്സ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v സബ്സ്ക്രിപ്റ്റ് h ആയിട്ട് എടുത്തിരിക്കുകയാണ്. ആൻഡ് ഒബ്സർവർ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്, അയാൾ ഇവിടുന്ന് മാറുന്നില്ല, അയാൾ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്, ഒബ്സർവർ റെസ്റ്റിൽ നിൽക്കുവാണ്. ഓക്കെ, അത് നമ്മുടെ മീഡിയവും റെസ്റ്റ് ആണ്. റെസ്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ മീഡിയത്തിന്റെ റെസ്റ്റ് ഫ്രെയിമിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒബ്സർവർ ഇവിടെ സ്റ്റേഷനറി ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കൊരു വേവ് ഉണ്ട്, വി ഹാവ് എ വേവ്. അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗയും അതിന്റെ ടി നോട്ട് എന്ന് പറയുന്നതാണ് അതിന്റെ പീരീഡും. ഇങ്ങനെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയും പീരീഡ് ടി നോട്ടും ആയിട്ടുള്ള ഒരു വേവിന്റെ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്സർവർ ആ വേവിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് v ആണെന്ന് വിചാരിക്കാം. ഓക്കെ, വി ഹാവ് എ വേവ്, അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയും അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് ടി നോട്ടും ആണെന്ന് വിചാരിക്കാം. അപ്പം ഈ മീഡിയത്തിനെ അപേക്ഷിച്ച് നമ്മളുടെ ഒബ്സർവർ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണല്ലോ. അപ്പൊ ആള് മെഷർ ചെയ്യുന്ന ആ പർട്ടിക്കുലർ വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നതാണ് നമ്മളുടെ v എന്ന് പറയുന്നത്. ഓക്കെ, സോ v is the speed of the sound in that medium എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ബിക്കോസ് ഒബ്സർവർ ഇവിടെ റെസ്റ്റിലാണല്ലോ, സോ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ ദാറ്റ് മീഡിയം എന്ന് പറയുന്നതാണ് നമ്മളുടെ v. ആൻഡ് ആ വേവിന്, ആ പർട്ടിക്കുലർ വേവിന്റെ സ്പീഡ് ഓഫ് ദാറ്റ് സൗണ്ട് വേവ് ആണ് കേട്ടോ. അപ്പൊ ആ സൗണ്ട് വേവിന്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയും ടൈം ടി നോട്ട് ആണെന്നാണ് നമ്മൾ ടെക്സ്റ്റിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതുപോലെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു റെസ്റ്റ്, അത് നമ്മുടെ ഒബ്സർവർ കാണുന്ന അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് v. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാണ്, ഇതാണല്ലോ നമ്മുടെ ഒബ്സർവറിന്റെ പൊസിഷൻ ഇതാണ്. ഓക്കെ, ഒബ്സർവർ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒബ്സർവറിന്റെ അടുത്തൊരു ഡിറ്റക്ടർ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അത് ഓരോ ക്രസ്റ്റും അതിൻ്റെ അകത്തേക്ക് ആ വേവിന്റെ ഓരോ ക്രസ്റ്റും ഒബ്സർവറിലേക്ക് എത്തുമ്പം അയാളുടെ ഡിറ്റക്ടർ അത് കൗണ്ട് ചെയ്യും. 1 2, അടുത്ത ക്രസ്റ്റ് എത്തുമ്പോൾ 1, അടുത്ത 2, അടുത്ത 3. അപ്പൊ ബേസിക്കലി ഒരു ഫ്രീക്വൻസി മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ്. ഓരോ ക്രസ്റ്റ് എത്തുമ്പോഴും അതിന്റെ ഫ്രീക്വൻസി നമുക്ക് മനസ്സിലാക്കാമല്ലോ, ബിക്കോസ് ഇറ്റ് കൗണ്ട്സ് ദ ഫ്രീക്വൻസി അല്ലേ. അപ്പം അത് അങ്ങനെ കൗണ്ട് ചെയ്യുന്ന ഒരു ഡിറ്റക്ടർ ഈ ഒബ്സർവറിന്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ടൈം 0 ആവുമ്പോൾ, ഓക്കെ, the time is 0, അത് സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മുടെ ടൈം t is equal to 0 നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് S1 എന്ന് പറഞ്ഞ ഒരു പോയിന്റിലാണ് നമ്മുടെ സോഴ്സ് നിൽക്കുന്നത്. S1 എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മുടെ സോഴ്സ് നിൽക്കുന്നത്. ആ സോഴ്സ് എന്ന് പറയുന്നത് ഒബ്സർവറിന്റെ അടുത്തുനിന്ന് L ഡിസ്റ്റൻസ് അകലെയാണ്. അത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L ആണ്, ആസ് ഗിവൺ ഇൻ ദിസ് ഫിഗർ. ഓക്കെ, അപ്പൊ ഈ സമയത്ത് ഈ ടൈം t is equal to 0 നമ്മുടെ സോഴ്സ് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതൊരു വേവ് സെൻഡ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഇതൊരു ക്രസ്റ്റ് സെൻഡ് ചെയ്യാന്ന് വിചാരിക്കും. ഇതൊരു സൗണ്ട് വേവിനെ സെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്രസ്റ്റ് എമിറ്റ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഇങ്ങനെ ക്രസ്റ്റ് അത് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ആ ക്രസ്റ്റ് ഇങ്ങോട്ട്, ഒബ്സർവർ ഇവിടെയാണല്ലോ പിടിച്ചെടുക്കാൻ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ അപ്പൊ ആ ഒരു ക്രസ്റ്റ് എവിടെ എത്തും? നമ്മളുടെ ഈ ഒരു ഒബ്സർവറിന്റെ അടുത്ത് എത്തും. അപ്പം ഇത് ഇങ്ങനെ, അത് ഈ t is equal to 0 ഇവിടുന്ന് എമിറ്റ് ചെയ്ത ഈ ക്രസ്റ്റ് ഇവിടെ എത്തുമ്പോൾ എത്ര സമയം എടുക്കും? ഇവിടെ എത്താനുള്ള സമയം എടുക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് അറിയാം, ആൻഡ് ഈ സൗണ്ട് വേവിന്റെ ആ മീഡിയത്തിലുള്ള സ്പീഡും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്തുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ടൈം എന്ന് പറയുന്നത് t1 എന്ന് എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ക്രസ്റ്റ് എടുക്കുന്ന ടൈം t1 എന്ന് എടുക്കുകയാണെങ്കിൽ ആ t1 നമുക്ക് കണ്ടുപിടിക്കാൻ വി നോ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു എന്താണ് ടൈം? ഇവിടെ നിന്ന് നമുക്ക് ടൈം എങ്ങനെ എഴുതാൻ പറ്റും? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലേ. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v. അപ്പം L/v എന്ന് പറഞ്ഞ ടൈം എത്തുമ്പോഴായിരിക്കും ഒബ്സർവർ അതിനെ ഡിറ്റക്ട് ചെയ്യാം. ഇനി ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞു, അതായത് സപ്പോസ് ഒരു പർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞാൽ സപ്പോസ് t എന്ന് പറഞ്ഞാൽ t നോട്ട്, അത് ഈ t നോട്ട് ഈസ് ദ സെയിം ആസ് ദ പീരീഡ് ഓഫ് ദ വേവ്. വേവിന്റെ പീരീഡും t നോട്ടാണ്. അപ്പം ആ ഒരു ടൈം പീരീഡിൽ, ടൈം t is equal to t നോട്ടിൽ സപ്പോസ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് S2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്തു. ഇത് ഇത്രയും ട്രാവൽ ചെയ്തു. ഇവിടെ ഇരുന്ന സോഴ്സ് ഇവിടേക്ക് വന്നു, അതായത് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഈ t നോട്ട് എന്ന് പറഞ്ഞ ടൈമിൽ നമ്മളുടെ
സോഴ്സ് ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പം ഈ സോഴ്സ് മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റി നമ്മൾ വി എസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കുക. വി എസ് എന്ന് പറയുന്ന സോഴ്സ് വെലോസിറ്റി ആണ്. ഓക്കെ, ദറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദ സോഴ്സ് വിത്ത് റെസ്പെക്ട് ടു മീഡിയം. മീഡിയത്തിന് വെച്ചിട്ട് സോഴ്സിന്റെ വെലോസിറ്റി വി എസ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ടൈമും അറിയാം, നമ്മളുടെ വി എസ് നമ്മളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സോഴ്സ് ഇൻ ടൈം ടി നോട്ട് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? സോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ സോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ടി നോട്ട്. അപ്പൊ ടി നോട്ട് ആണ് വി എസ് ടി നോട്ട് ആണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ദാറ്റ് ഈസ് മാർക്ക് ഹിയർ. വി എസ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ്, ദിസ് മച്ച് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വി എസ് ടി നോട്ട്. അത് നമുക്ക് കിട്ടി. ഓക്കെ, അത് ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. വി എസ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ടി ഇസ് ഇക്വൽ ടു ടി നോട്ട് ആയപ്പം വി എസ് ടി നോട്ട് എന്ന് പറയുന്ന അത്രയും ഡിസ്റ്റൻസ് നമ്മുടെ സോഴ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പം ആ ഡിസ്റ്റൻസ് ഒബ്സർവറും ഈ പുതിയ S2 തമ്മിലുള്ള സോഴ്സിന്റെ ഇപ്പോഴത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും L ആണ്. അതിന്റെ കൂടെ ഇത്രയും കൂടെ മൂവ് ചെയ്തു. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L പ്ലസ് വി എസ് ടി നോട്ട്. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് S2 എന്ന് പറയുന്നത് L പ്ലസ് വി എസ് ടി നോട്ട്. അത് നമ്മളുടെ ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. സി L പ്ലസ് വി എസ് ടി നോട്ട്, അത് നമ്മുടെ പടത്തിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു ക്രസ്റ്റ്, അപ്പം S2-ല് അത് ഇവിടെ എത്തിയപ്പോഴേക്കും സോഴ്സ് വീണ്ടും ഒരു ക്രസ്റ്റിനെ എമിറ്റ് ചെയ്യുന്നു. അത് സോഴ്സ് എമിറ്റ് ചെയ്യുന്നത് T is equal to T0 എന്ന് പറഞ്ഞ ഈ ടൈമിലാണ്. അപ്പൊ ഇത് ഒബ്സർവറിൽ എത്തുന്ന സമയം എത്രയായിരിക്കും? ഒബ്സർവറിന്റെ അത് ഇവിടെ നിന്ന് ഇതിങ്ങനെ എമിറ്റ് ചെയ്ത് ഇവിടം വരെ എത്തേണ്ട ഈ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്? അത് എത്രമാത്രം സമയമായിരിക്കും അതിനെടുക്കുന്നത്? സോ ഇയാളിത് വിടുന്ന സമയം എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ ടൈം, അത് ഈ ഒരു ടൈം T0 എന്ന് പറഞ്ഞ ടൈമിലാണ് അത് വിട്ടിരിക്കുന്നത്, ആ ഒരു വേവ് ക്രസ്റ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ T0 പ്ലസ് പിന്നെ അത് ഇവിടം വരെ ട്രാവൽ ചെയ്യണം. ഇത് ഇവിടം വരെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ടൈമിന്റെ ഫോമിൽ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇവിടുന്ന് ഇവിടം വരെ എത്തണമെങ്കിലുള്ള ഡിസ്റ്റൻസ് L പ്ലസ് വി എസ് ടി 0 ആണ്. L പ്ലസ് വി എസ് ടി 0 ബൈ വി. അപ്പൊ നമുക്ക് ആ ഡിസ്റ്റൻസ്, അപ്പം ടൈം അറ്റ് വിച്ച് second crest reaches observer എന്ന് പറയുന്നത് അതിന് T2 എന്ന് കൊടുക്കുകയാണെങ്കിൽ T നോട്ട് എന്ന് പറഞ്ഞ സമയത്ത് എന്ന് പറയുന്നതാണ് ഒബ്സർവർ എമിറ്റ് ചെയ്ത സമയം പ്ലസ് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ഡിസ്റ്റൻസ് L പ്ലസ് വി എസ് ടി 0 ഡിവൈഡഡ് ബൈ വി. ഓക്കെ, അപ്പം ഇനി നോക്കുക. ഇനി നമുക്ക് സപ്പോസ് ഒരു എൻ ടി നോട്ട് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഇതിന്റെ ഈ വേവിന്റെ ടൈം പീരീഡിന്റെ അതേ കൗണ്ടിൽ ഇവിടുത്തെ n കുഡ് ബി 1 2 3 എക്സെട്ര. അപ്പൊ ആ ഒരു എന്താ പറയാ കൗണ്ടിലാണ് അത് നെക്സ്റ്റ്. ഇപ്പം അത് നമ്മുടെ സെക്കൻഡ് ക്രസ്റ്റ് റീച്ച് ചെയ്യുന്നത് ഈ ടി നോട്ട് ടൈമിലാണ്. ഇനി അടുത്ത ക്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അടുത്ത ക്രസ്റ്റ് എത്തുന്ന ടൈം 2 ടി നോട്ട് എടുക്കുന്നു. അടുത്ത ക്രസ്റ്റ് എമിറ്റ് ചെയ്യുന്ന സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ടൈം, അടുത്ത ക്രസ്റ്റ് എമിറ്റ് ചെയ്യുന്ന ടൈം 3 ടി നോട്ട് എന്ന് എടുക്കുന്നു. അങ്ങനെ എടുക്കുന്നു. അപ്പോൾ നമ്മൾ എൻ ടി നോട്ട് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടൈം എടുക്കുകയെന്ന് വിചാരിക്കുക. സപ്പോസ് അറ്റ് എൻ ടി നോട്ട്. ഓക്കെ, അപ്പോൾ എൻ ടി നോട്ട് എന്ന് പറയുന്ന ഈ ഒരു ടൈമില് സോഴ്സ് എമിറ്റ് ചെയ്യുന്നത് അതിന്റെ n+1th ക്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, ബിക്കോസ് ടി നോട്ടിൽ അത് സെക്കൻഡ് ക്രസ്റ്റ് ആണ് എമിറ്റ് ചെയ്ത്. ഇനി അടുത്ത 2 ടി നോട്ട് എന്ന് പറയുന്ന, ബിക്കോസ് ടി നോട്ടിൽ അത് സെക്കൻഡ് ക്രസ്റ്റ് എമിറ്റ് ചെയ്തു. ടി നോട്ടിൽ ഇറ്റ് എമിറ്റ്സ് ഇറ്റ് സെക്കൻഡ് ക്രസ്റ്റ്. സോ T2 നോട്ട് എന്ന് പറഞ്ഞ അടുത്തൊരു ടൈം പീരീഡിൽ അത് എമിറ്റ് ചെയ്യാൻ പോകുന്ന അതിന്റെ തേർഡ് ക്രസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് 1 സെക്കൻഡ് ഇവിടെ ഒരു
ചെറിയ കാര്യം 1 സെക്കൻഡ്. അതായത് നമ്മൾ t is equal to 0 അത് അതിന്റെ ഫസ്റ്റ് ക്രസ്റ്റ് എമിറ്റ് ചെയ്യുന്നു. t is equal to ഇനി നമ്മുടെ t എന്ന് പറയുന്ന t നോട്ടിൽ അതിന്റെ സെക്കൻഡ് ക്രസ്റ്റ് എമിറ്റ് ചെയ്യുന്നു. This is T1, this is T2, so T3. Okay, സെക്കൻഡ് ക്രസ്റ്റ് എമിറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ നമ്മുടെ ഈ T1 കൊടുക്കുമ്പോൾ ഐ തിങ്ക് ഞാൻ ഇവിടെ ഇത് കൊടുക്കുന്നില്ല, ഞാൻ ഈ സബ്സ്ക്രിപ്റ്റ് ഞാൻ ഇവിടെ നിന്ന് മാറ്റാം. കൺഫ്യൂഷൻ വരായിരിക്കും. ഇനി അടുത്ത സമയം t is equal to T0 ആകുമ്പോഴാണ് അതിന്റെ തേർഡ് ക്രസ്റ്റ് അത് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പോയി T0 എത്തുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എത്രാമത്തെ ക്രസ്റ്റ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്? ഇവിടെ 2 വരുമ്പം ഇവിടെ 3, ഇവിടെ 1 വരുമ്പം ഇവിടെ 2, ഇവിടെ 0 വരുമ്പോ ഇവിടെ 1. ദാറ്റ് മീൻസ് ഇപ്പൊ ഇവിടെ എമിറ്റ് ചെയ്യാൻ പോകുന്ന n+1th ക്രസ്റ്റ് ആയിരിക്കും ഡെഫിനറ്റ്ലി, അല്ലെ? n+1th ക്രസ്റ്റ് ആയിരിക്കും. അതായത് ഈ ടൈം എന്ന് പറയുന്ന T0 ആവുമ്പോൾ സോഴ്സ് അതിന്റെ n+1th ക്രസ്റ്റ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. സോഴ്സ് എമിറ്റ്സ് n+1th ക്രസ്റ്റ്. ആൻഡ് ഇതെന്ന് പറയുന്ന ഒബ്സർവറിൽ എത്തുന്ന സമയം എത്രയായിരിക്കും? ഒബ്സർവറിൽ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഓൾസോ ബി, സോ അതിനെ ആ പർട്ടിക്കുലർ ക്രസ്റ്റ്, ബിക്കോസ് ഇവിടെ നമ്മൾ സെക്കൻഡ് ക്രസ്റ്റ് എമിറ്റ് ചെയ്യുമ്പോഴാണ് ടി സബ്സ്ക്രിപ്റ്റ് കൊടുത്തത്. അപ്പം ഈ nth ക്രസ്റ്റ് ഒബ്സർവറിൽ എത്തുന്ന ആ സമയം എന്ന് പറയുന്നത് T(n+1) ആയിരിക്കും, അല്ലെ? T(n+1) ആൻഡ് ഇതുപോലെ തന്നെ അത് എമിറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് N(T0) ആണല്ലോ, N(T0+). അപ്പം എന്താണ് പിന്നെ അത്രയും ഡിസ്റ്റൻസ് അത് കവർ ചെയ്ത് വരണം. N(VS T0 ഡിവൈഡഡ് ബൈ V). ഈ ഒരു സമയത്തിനകത്തെ അത് എന്ത് ചെയ്യുള്ളൂ? ഒബ്സർവറിലേക്ക് എത്തുള്ളൂ. So we have this time interval. That means your particular time interval, that is delta t എന്ന് പറഞ്ഞ ഈ time interval. That means delta t എന്ന് പറഞ്ഞ Tn+1 minus T1. ഈ ഒരു time interval, അത് ഈ ഒരു time interval എന്ന് പറഞ്ഞ എത്രയാണ്? Tn+1 is N(T0 plus L plus N(VS T0 divided by V) minus T1 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എഴുതി L by V, L by V. ഈ ഒരു പർട്ടിക്കുലർ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഈ ഒരു ടൈം ഇന്റർവെല്ലില് ഒബ്സർവറിന് ഉള്ള ഡിറ്റക്ടർ n ക്രസ്റ്റ് ആയിരിക്കും കൗണ്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഈ ഒരു ടൈമിൽ നിന്ന് ഈ ഒരു ഇവിടുത്തെ ക്രസ്റ്റ് മൈനസ്, ബിക്കോസ് Tn+1 എന്താണ് വരുന്നത്? Tn+1 ഇവിടെ നമുക്കൊരു n+1 ക്രസ്റ്റും ഇവിടുത്തെ ഒരു ക്രസ്റ്റും കൂടി ഇതിന് അവസാനം മൈനസ് ചെയ്യുമ്പം you will get like n crust ആയിരിക്കും ഡിറ്റക്ടർ കൊണ്ട് കൗണ്ട് ചെയ്യുന്നത്. ഒബ്സർവറിന്റെ ഡിറ്റക്ടർ കൗണ്ട് ചെയ്യുന്ന n crust ആയിരിക്കും. ആൻഡ് ഈ ഒരു ഡിറ്റക്ടർ എന്ത് ചെയ്യും? ഡിറ്റക്ടറിന് ഈ ടൈം വേവിന്റെ പീരീഡ് സപ്പോസ് t ആയിട്ടാണ് ഡിറ്റക്ടർ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഡിറ്റക്ടർ റെക്കോർഡ്സ് ദ ടൈം പീരീഡ് ഓഫ് വേവ് as t. ടൈം പീരീഡ് ഓഫ് wave as t and it counts എത്ര n ക്രസ്റ്റ് കൗണ്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. n ക്രസ്റ്റ് കൗണ്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ t എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ടൈം, അത് ടൈം പീരീഡ് എന്ന് പറയുന്നത് ടൈം ഇന്റർവൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്രസ്റ്റ് ആണല്ലോ. ടൈം ഇന്റർവൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ക്രസ്റ്റ് കൊടുത്താൽ മതിയല്ലോ. സോ ഡെഫിനറ്റ്ലി നമ്മുടെ t എന്ന് പറയുന്നത് ഇവിടുത്തെ ടൈം ഇന്റർവൽ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇതാണ് Nt0 പ്ലസ് ഈ സംഭവം, അല്ലെ? ഇങ്ങനെയും കൂടി എഴുതാം. Nt0 പ്ലസ് L പ്ലസ് NVS T0 ഡിവൈഡഡ് ബൈ V മൈനസ് L ബൈ V ആണ്. ഇപ്പൊ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ബൈ നമ്പർ ഓഫ് ക്രസ്റ്റ് ആണല്ലോ. സോ നമ്പർ ഓഫ് ക്രസ്റ്റ് എന്ന് പറയുന്നത് n ആണ്. സോ ഡിവൈഡഡ് ബൈ n. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം. That is divided by n. അപ്പൊ ഈ n എന്ന് പറയുന്നത് നമുക്ക് into 1/n എന്ന് ഇവിടെ എഴുതാമല്ലോ. That is N(T0 plus L plus NVS T0 divided by V minus L by V into 1/n എന്ന് എനിക്ക് എഴുതാം. കുഴപ്പമൊന്നുമില്ലല്ലോ. 1/n. സോ നോക്കിക്കേ, ഈ അകത്തെ സ്ഥാനത്തിന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ N(T0 plus L by V, അത് ഈ ഒരു ബ്രാക്കറ്റിലുള്ള ആളെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ NVS T0 by V മൈനസ് L by V ഇൻറ്റു
1/n എന്ന് വരും. സോ ഈ L by Vയും ഈ L by Vയും ക്യാൻസൽ ആവുകയും ആൻഡ് വി ഹാവ്, നമുക്ക് ഈ എന്നിനെ ഞാൻ കോമൺ ആയിട്ട് എടുക്കാം. സോ n ഇൻറ്റു T0 പ്ലസ് ഇവിടെ VS T0 ആണ് പിന്നുള്ളത് ബൈ V ഇൻറ്റു 1/n. എന്നിട്ട് ഈ എന്നും ക്യാൻസൽ ആക്കാമല്ലോ. സോ ഇവിടെ പിന്നെ വരുന്നത് എന്താണ്? വി ഹാവ് T0 പ്ലസ് VS T0 ഡിവൈഡ് ബൈ V എന്ന് എഴുതാം. അപ്പം അതർവൈസ് ഈ T0 ഇതിൻ്റെ അകത്ത് നമുക്ക് T0യും കോമൺ എടുക്കാം. സോ T0 ഇൻറ്റു 1 പ്ലസ് VS ബൈ V എന്ന് കിട്ടും. 1 പ്ലസ് VS ബൈ V. ഓക്കെ, സോ ദിസ് ഇസ് ദ ടൈം പീരീഡ്. ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ആൻഡ് ഇതിനെ നമുക്ക് ഫ്രീക്വൻസി ടേംസിൽ എഴുതാം. ഓക്കെ, ഫ്രീക്വൻസി ടേംസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ടി എന്ന് പറയുന്ന വേവിന്റെ ടൈം പീരീഡും T0 എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്താണ് ആ വേവിന്റെ ടൈം പീരീഡ്. ആൻഡ് ടി എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സർവർ ഡിറ്റക്ട് ചെയ്യുന്ന വേവിന്റെ ടൈം പീരീഡ് ആണ്. സോ ഇതിനെ നമ്മൾ ഫ്രീക്വൻസിയുടെ കേസിൽ എഴുതുമ്പോൾ നമ്മൾ 1/t എന്ന് ഉദ്ദേശിക്കുന്ന അതിനെ നമുക്ക് ന്യൂ എന്ന് എടുക്കാം. ആൻഡ് 1/T0 എന്ന് പറയുന്ന µ0 എന്നും എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പം ഈ µ0 എന്ന് പറയുന്ന ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം സോഴ്സ് ഒബ്സർവറും സ്റ്റേഷനറി ആണെന്ന് ചിന്തിക്കുവാണെങ്കിൽ എത്ര ഫ്രീക്വൻസി ആയിരിക്കും മെഷർ ചെയ്യുന്നത്? ആ ഫ്രീക്വൻസി ആയിരിക്കും ദിസ് µ0. ഓക്കെ, ദിസ് ഇസ് ദ ഫ്രീക്വൻസി ഇഫ് ബോത്ത് source and observer were stationary. നമ്മുടെ ഒബ്സർവറും സോഴ്സും രണ്ടുപേരും സ്റ്റേഷനറി ആണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ആ ഫ്രീക്വൻസി ആയിരുന്നു µ0. ആൻഡ് ഈ ടി എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റക്ടറിന്റെ ടൈം പീരീഡ് ആണ്. അപ്പൊ ഈ ന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ഓഫ് ദ വേവ് വെൻ സോഴ്സ് ഈസ് മൂവിങ്. ഫ്രീക്വൻസി ഓഫ് വേവ് വെൻ സോഴ്സ് ഈസ് മൂവിങ് അല്ലെ, അതാണ് നമ്മളുടെ ന്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആ ടേംസിൽ നമുക്ക് എഴുതാം ഇതിനെ. അപ്പൊ ആ ടേംസിൽ നമ്മൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ് മൊത്തം. ഓക്കെ, നമ്മൾ ഞാൻ ഒന്നുകൂടെ എഴുതാം. വി ഗോട്ട് നൗ ലൈക്ക് T is equal to T0 into 1 plus VS by V എന്നാണ്. അപ്പൊ നമ്മൾ ഇനി എഴുതാൻ പോകുന്ന 1/t is equal to 1/20 into 1 plus VS by V. അപ്പൊ ഇതിന് 1/t എന്ന് പറയുന്ന ന്യൂ ആൻഡ് 1/T0 എന്ന് പറയുന്നത് µ0 ഇൻറ്റു 1/1 പ്ലസ് VS by V എന്നല്ലേ. അപ്പൊ ഈ 1 പ്ലസ് VS by V നമ്മൾ മേളിൽ 1 പ്ലസ് VS by V മേളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇൻവേഴ്സ് ആവും അല്ലെ. സോ ന്യൂ ഇസ് ഈക്വൽ ടു µ0 ഇൻറ്റു 1 പ്ലസ് VS by V ദ ഹോൾ പവർ -1. ഓക്കെ, ഇതിങ്ങനെ. ഇനി ഇഫ് ഈ µs എന്ന് നമ്മളുടെ VS എന്ന് പറയുന്നത് VA അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് സോഴ്സ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്ന സ്പീഡിന്റെ വെലോസിറ്റി അപേക്ഷിച്ച് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബൈനോമിയൽ എക്സ്പാൻഷൻ എടുക്കാം. എന്നിട്ട് ഹയർ പവേഴ്സിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. ഓക്കെ, ബിക്കോസ് സി നമ്മുടെ ഇഫ് സപ്പോസ് നമ്മൾ VS എന്ന് പറയുന്നത് വെൻ കമ്പയർഡ് ടു V വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇതൊരു റേസ് ടു ദ ഹോൾ ടേം റേസ് ടു -1 ഇവിടെ കാണുന്നുണ്ടല്ലോ. സോ നമുക്കിതിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യാം. അത് ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നോക്കുക, നിങ്ങൾ ഇത് ഇവിടെ പഠിച്ചിട്ടുണ്ടോ അതോ സെക്കൻഡ് ഇയറിലാണോ എന്ന് എനിക്ക് അറിയില്ല. ബൈനോമിയൽ എക്സ്പാൻഷൻ ഇഫ് യു ഹാവ് 1 plus x ദ ഹോൾ പവർ -1 ആണെങ്കിൽ ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1 minus x plus x square minus x cube plus x power 4 ഇങ്ങനെ ഇത് പോകും. സോ നമ്മളുടെ ഇവിടുത്തെ എക്സിന് പകരം ഹിയർ വി ഹാവ് VS by V ആണ്. അപ്പൊ നമുക്ക് ഈ ഇതിനെ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ നടത്തുമ്പോൾ എന്ത് വരും? µ0 ഇൻറ്റു 1 ആൻഡ് ഫസ്റ്റ് ടേം മൈനസ് വരും, -1 minus VS by V പ്ലസ് സെക്കൻഡ് ടേമിൽ VS by V ദ ഹോൾ സ്ക്വയർ മൈനസ് VS by V ദ ഹോൾ ക്യൂബ്. ഇങ്ങനെ ഈ ടേം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. സോ നമ്മൾ VS by V, VS എന്ന് പറയുന്ന V യെക്കാട്ടിയും വളരെ ചെറുതാണെങ്കിൽ VS by V എന്ന് പറയുന്ന മച്ച് ലെസ് ദാൻ 1 വരും. അത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെറിയ ക്വാണ്ടിറ്റിയുടെ സ്ക്വയറും ക്യൂബും ഒക്കെ എടുക്കുമ്പോൾ അതിലും ചെറിയ ക്വാണ്ടിറ്റി കിട്ടും. അതുകൊണ്ട് ഇതിനെല്ലാം നമുക്ക് ട്രിം ചെയ്തിട്ട് ഈ ഫസ്റ്റ് 2 ടേംസിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ന്യൂ ഇസ് ഈക്വൽ ടു µ0 ഇൻറ്റു 1 മൈനസ് VS by V എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ്
നമ്മളുടെ ഫ്രീക്വൻസി, ദ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ ന്യൂ ഇസ് ദ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഇസ് ഗിവൺ ബൈ μ0 × 1 - Vs/v. ഇവിടെ നമ്മൾ എടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി നമ്മളുടെ ഫസ്റ്റ് സോഴ്സ് ഇവിടെയായിരുന്നു, അതിന് സോഴ്സ് ഇത്ര ഇങ്ങോട്ട് മൂവ് ചെയ്തു. ദാറ്റ് മീൻസ് ദിസ് ഇസ് ദ കേസ് വെൻ സോഴ്സ് ഇസ് മൂവിങ്, source moves away from the observer. ഒബ്സർവറിന്റെ away source മൂവ് ചെയ്യുമ്പോഴുള്ളതാണ് ഇത്. Now suppose സോഴ്സ് ഒബ്സർവറിനെ അപ്രോച്ച് ചെയ്യുവാന്ന് വിചാരിക്കുക. നമ്മുടെ ഒബ്സർവർ ഇങ്ങനെ ഇരിക്കുകയാണ്, സോഴ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇത് S1, അത് കഴിഞ്ഞ് ഇത്രയും കൂടി ഇങ്ങനെ, അത് ഇപ്പൊ നെക്സ്റ്റ് പൊസിഷൻ S2 ഇങ്ങോട്ടാന്ന് വിചാരിക്കുക. അത് സോഴ്സ്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് ഇങ്ങോട്ട് ഒബ്സർവറിന്റെ അടുത്തേക്ക് വരിക എന്ന് വിചാരിക്കാം. ആ കേസിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, നമ്മൾ ഇപ്പൊ എടുത്ത കേസ് എന്ന് പറയുന്നത് ഒബ്സർവർ സോഴ്സിന്റെ അകൽച്ചയിലേക്ക് പോവുകയാണ്, അല്ലെ? സോഴ്സിന് അകന്നു പോവുകയാണ്. ആൻഡ് നമുക്കറിയാം ഈ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്ത്. നെക്സ്റ്റ് കേസ് ഇപ്പൊ സപ്പോസ് സോഴ്സ് അപ്രോച്ചസ് ഒബ്സർവർ ആണെന്ന് വിചാരിക്കുക. സോഴ്സ് അപ്രോച്ചസ് ഒബ്സർവറിനെ അപ്രോച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, സപ്പോസ് നമ്മുടെ ഒബ്സർവർ ഇതും സോഴ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ സ്പീഡ് നമ്മൾ നെഗറ്റീവ് എടുക്കണം. സോ ഈ ടേം VS എന്ന് പറയുന്ന ഹിയർ നമ്മൾ VS ഹിയർ എന്ന് പറഞ്ഞാൽ -VS ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ ഇക്വേഷൻ തന്നെ, ഇക്വേഷൻ സെയിം, നമ്മളിവിടെ മൈനസ് ഇടുമ്പോൾ എന്ത് വരും? μ = μ0 × 1 - -VS/v എന്ന് വരും. ദാറ്റ് മീൻസ് ചുരുക്കം പറഞ്ഞാൽ μ = μ0 × ഞാൻ ഇപ്പുറത്ത് എഴുതാം. Screen is not moving. Yeah, in that case, how it will be? μ = μ0 × 1 + Vs/v എന്ന് വരും. ഓക്കെ, അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് സോഴ്സ് അപ്രോച്ചിങ് ഒബ്സർവർ. അങ്ങനെയാണെങ്കിൽ സോഴ്സ് ഇഫ് ഇറ്റ് ഇസ് അപ്രോച്ചിങ് ദ ഒബ്സർവർ, ഈ ഫോർമുല. ഇനി μ = μ0 × 1 - Vs/v in the case when source is moving away from the observer. Source moving away from the observer. Okay, അപ്പോ ഇപ്പം സപ്പോസ് ഇപ്പം സോഴ്സ് എന്ന് പറയുന്നത് ഈ കേസ് നോക്കാം. ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് സോഴ്സ് ഒബ്സർവറിനെ അപ്രോച്ച് ചെയ്യുകയാണ്. ആ കേസിൽ എന്താ സംഭവിക്കുക? ഇവിടെ നോക്കി പ്ലസ് സൈൻ ആണ്, ദാറ്റ് ഈസ് μ0. ഇത് നമ്മൾ അകത്തേക്ക് കൊടുക്കുകയാണ്. μ0 + μ0 Vs/v എന്നല്ലേ കിട്ടുക. അതായത് ഒബ്സർവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. ഓക്കെ, ഇവിടെ നേരെ മറിച്ച് സോഴ്സ് മൂവിങ് അവേ ഫ്രം ദ ഒബ്സർവർ ആണെങ്കിൽ ഇവിടെ μ0 - μ0 Vs/v അല്ലേ ഈ കേസിൽ. അതായത് കേൾക്കുന്ന ഫ്രീക്വൻസി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ സോഴ്സ് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ കേൾക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഹയർ ഫ്രീക്വൻസി ആണ് ദാൻ വെൻ സോഴ്സ് ഈസ് മൂവിങ് അവേ. സോ അതാണ് നമ്മളിവിടെ ഇപ്പൊ ഇത്രയും നേരം കൺസിഡർ ചെയ്ത് സോഴ്സ് എന്ത് ചെയ്യാണ്, സോഴ്സിന്റെ മോഷൻ വെച്ചിട്ടാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കേസും കൂടി നോക്കാം. ദിസ് ഇസ് 15.8.2 ആണ്. ഒബ്സർവർ മൂവിങ്. നമ്മുടെ ഒബ്സർവർ ആണ് ഇവിടെ മൂവ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് സോഴ്സ് ഇസ് സ്റ്റേഷനറി. സോഴ്സ് സ്റ്റേഷനറി ആയിട്ട് തന്നെ നിൽക്കുന്നു, ഒബ്സർവർ മൂവ് ചെയ്യുന്നു. ഈ കേസ് നോക്കാം. അപ്പം നമ്മൾ ഇവിടുത്തെ ഈ ഡോപ്ലർ ഷിഫ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒബ്സർവർ മൂവ് ചെയ്യണം. അപ്പൊ സപ്പോസ് ഒബ്സർവർ മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റി വിത്ത് വിച്ച് ഒബ്സർവർ ഈസ് മൂവിങ് റിലേറ്റീവ് ടു ദ മീഡിയം എന്ന് പറയുന്നത് V0 ആയിട്ട് എടുക്കുക, VO എന്ന് എടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കുന്ന കേസിന് ഒബ്സർവർ ഈ സോഴ്സിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാണ്. അതിങ്ങോട്ട് ഒബ്സർവർ ഇങ്ങോട്ട് സോഴ്സിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാണ് എന്ന് വിചാരിക്കാം. ഇവിടെ സോഴ്സ് എന്ന് പറയുന്ന സോഴ്സിന് അനക്കൊന്നുമില്ല. ആരാണോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ അവിടെ റെസ്റ്റിലിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ഡിഫറെന്റ് മാനറിൽ തന്നെ വർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ വേറൊരു തരത്തിലാണ് ഇതിനെ ഇത് വേറൊരു തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, മറ്റേ അപ്രോച്ചില്ല, നമ്മുടെ റെഫറൻസ് ഫ്രെയിം ഇവിടെ മാറുകയാണ്. നമ്മുടെ മൂവിങ് ഒബ്സർവർ എന്ന് പറയുന്ന മൂവിങ് ഒബ്സർവർ ആണ് നമ്മുടെ റെഫറൻസ് ഫ്രെയിം. കാര്യം ഒബ്സർവറിന്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ഡിറ്റക്ടർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒബ്സർവറിന്റെ അകത്ത്. അപ്പൊ നേരത്തെ കേസിൽ ഒബ്സർവറും ഡിറ്റക്ടറും ഒക്കെ റെസ്റ്റിലിരിക്കുകയാണ്. ഇവിടെ എന്താണ്, ഈ ഒബ്സർവർ മൂവ് ചെയ്യണം. ഇതൊരു മൂവിങ് ഫ്രെയിം ആണ്. ഇവിടെ ഒബ്സർവറിന്റെ മൂവിങ് ഒബ്സർവർ ആണ്, നമ്മുടെ റെഫറൻസ് ഫ്രെയിം മാറുകയാണ്. അതായത് നമ്മുടെ ഒബ്സർവർ സോഴ്സിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഈ സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അല്ലെ, ഒബ്സർവർ ഈ സോഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ സ്പീഡാണ് VO. ആൻഡ് ഈ സൗണ്ടിന്റെ, അത് സോഴ്സ് ആണല്ലോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആ സൗണ്ടിന്റെ ആ മീഡിയത്തിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് V ആണെന്ന് വിചാരിക്കും. നേരത്തെ പോലെ തന്നെ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ ദ മീഡിയം എന്ന് പറയുന്നത് V ആണ്, നേരത്തെ പോലെ തന്നെ എടുക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒബ്സർവർ സോഴ്സിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പീഡ് എന്ന് പറയുന്നത് ഇത് ഒബ്സർവർ സോഴ്സിന്റെ അടുത്തേക്ക് വരുമ്പം ഈ ഒബ്സർവറിന്റെ ആ സൗണ്ടിന്റെ സ്പീഡ് V0 + V ആയിട്ടായിരിക്കും കേൾക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് നമ്മളിവിടെ എടുക്കുന്ന റെഫറൻസ് ഫ്രെയിം മാറുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ അത് മറ്റേ നേരത്തെ പോലെ തന്നെ നമുക്ക് ചിന്തിക്കാം. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. നമ്മളിവിടെ ഒബ്സർവർ സോഴ്സിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുകയാണ്. ഒബ്സർവർ സോഴ്സിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഡിറ്റക്ടർ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് സ്പീഡ് എടുക്കുമ്പോഴത്തേക്കും V + V0 എടുക്കേണ്ടി വരും. ഓക്കെ, സപ്പോസ് നമ്മളുടെ ഒബ്സർവർ ഇവിടെ ഇങ്ങനെ ഇനീഷ്യലി ഒബ്സർവർ ഇവിടെ ഇരിക്കാന്ന് വിചാരിക്കുക. ടൈം t = t0 അല്ലെ. അത് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് സോഴ്സ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് L എന്ന് വിചാരിക്കുക. L എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാണ് സോഴ്സ് ഇരിക്കുന്നത് വിചാരിക്കാം. അപ്പം t = 0 എന്ന് പറഞ്ഞ സമയത്ത് ഒബ്സർവർ O1 എന്ന് കൊടുക്കാം. O1 എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരിക്കുകയാണ്. അപ്പൊ ആ പൊസിഷന്റെ ഡിസ്റ്റൻസ് ആണ് L. അപ്പം ഇവിടുന്ന് സോഴ്സ് ആണല്ലോ വേവ് എമിറ്റ് ചെയ്യുന്നത്, ഒരു ക്രസ്റ്റ് എമിറ്റ് ചെയ്യുന്നു. അപ്പം ഇത് ഈ ഒബ്സർവറിലേക്ക് എത്തുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് T1 എന്ന് കൊടുക്കാന്ന് വിചാരിക്കുക. ഒബ്സർവറിൽ എത്തുന്ന സമയം T1 ആണെങ്കിൽ നമുക്കറിയാം ടൈം = ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടൈം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എടുക്കാം, V + VO. VO is the velocity of the observer related to the medium. കാര്യം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ റെഫറൻസ് ഫ്രെയിം ഒരു മൂവിങ് റെഫറൻസ് ഫ്രെയിം ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് V + V0 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ ടൈം, അതായത് നമ്മളുടെ ഈ സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ആ വേവിന്റെ അതേ ടൈം പീരീഡിൽ, ആ വേവിന്റെ ടൈം പീരീഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ T0 ആണ്. ആ വേവിന്റെ ടൈം പീരീഡ് T0 ആണ്. അതേ ടൈം പീരീഡിൽ നമ്മുടെ ഒബ്സർവർ ഇപ്പൊ മൂവ് ചെയ്യാണല്ലോ. ഒബ്സർവർ ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്ന വിചാരിക്കും. നെക്സ്റ്റ് ഒബ്സർവർ O2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്തു. അത് സമയം T0 ആയി, വിച്ച് ഇസ് ദ സെയിം ആസ് ദ ടൈം പീരീഡ് ഓഫ് ദ വേവ്. ആ സമയത്ത് ഒബ്സർവർ O2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ ഒബ്സർവർ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് = വെലോസിറ്റി × ടൈം. അപ്പൊ ഇവിടെ ഒബ്സർവറിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VO, ടൈം എന്ന് പറഞ്ഞാൽ TO എന്ന് പറഞ്ഞാൽ ആ ടൈം പീരീഡ്, T0 എന്ന് പറഞ്ഞാൽ ആ ടൈം പീരീഡിലാണ്. അപ്പം അതിന്റെ ഡിസ്റ്റൻസ് ഈ ഒബ്സർവർ ന്യൂലി ആയിട്ട് നമ്മുടെ ഇപ്പൊ ഈ ഡിസ്റ്റൻസും, അപ്പം ഈ ഒബ്സർവർ വന്ന ഈ പുതിയ പോയിന്റും ഈ സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L ആണ്. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L - VO T0. ഇതായിരിക്കും ആ പുതിയ ഡിസ്റ്റൻസ്. അപ്പം നോക്കുക, ഈ T0 എന്ന് പറഞ്ഞ സമയത്ത് എഗെയിൻ നമ്മുടെ സോഴ്സ് ഒരു ക്രസ്റ്റ് എമിറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതെന്ന് പറയുന്നത് ഈ O2 ഇരിക്കുന്ന ഒബ്സർവറിന് കിട്ടുന്ന ആ ടൈം, സപ്പോസ് ആ ടൈം T2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ടൈം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സോഴ്സ് എമിറ്റ് ചെയ്ത് T0 ടൈമിലാണ്, പ്ലസ് എത്ര ഡിസ്റ്റൻസ്, ഇനി നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണ് അത് ഇവിടം വരെ എത്തുന്നത്? ഇപ്പം ടൈം = ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഇപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L - VO TO ബൈ നമ്മുടെ വെലോസിറ്റി is V + VO. ഓക്കെ, ഇതാണ് T2. അപ്പൊ നമ്മൾ നേരത്തെ ഇനി ബാക്കി നമ്മൾ നേരത്തെ പ്രൊസീഡ് ചെയ്ത അതേപോലെ തന്നെയാണ്. അപ്പൊ ഒരു N_T0 എന്ന് പറയുന്ന ഒരു ടൈം ആവുകയെന്ന് വിചാരിക്കും. N_T0 എന്ന് പറയുന്ന ടൈമിൽ സോഴ്സ് അതിന്റെ N+1th ക്രസ്റ്റ് ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഈ ഒരു N+1th ക്രസ്റ്റ് എന്ന് പറയുന്നത്
ഡിറ്റക്ടറിൽ ഒബ്സർവറിൽ എത്തുന്ന ടൈം എന്ന് പറയുന്നത് Tn+1 ആയിരിക്കും. Tn+1 ഒബ്സർവർ അത് ഒബ്സർവ് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ആ Tn+1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? Nt0 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, നേരത്തെ അതേ പ്രൊസീജിയർ, അത് മനസ്സിലായാൽ ഇത് മനസ്സിലാവും. സെയിം അതേപോലെ തന്നെ ചെയ്യുന്നു, V+V0. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ പർട്ടിക്കുലർ ടൈം ഇന്റർവൽ, അതായത് ഈ Nt0 എന്ന് പറയുന്ന ഈ സമയം നമ്മുടെ ഇനീഷ്യൽ ടൈമും തമ്മിലുള്ള ആ ടൈം ഇന്റർവൽ, ദാറ്റ് ഈസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ Tn+1 - T1, ഈ ഒരു സമയത്തിന്റെ അകത്ത്. സോ ഈ സമയം എന്ന് പറയുന്നത് ഇതാണ്. Nt+1 എന്ന് പറഞ്ഞാൽ Nt0 L - VO TO by V+V0 മൈനസ് T1 എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. T1 എന്ന് പറയുന്നത് L by V+VO. Okay, L by V+VO. VO, yeah. സോ ഈ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവൽ. അപ്പൊ നമുക്ക് ഇതൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. കാര്യം കുറെ കാര്യങ്ങൾ ഈ ടൈം ഇന്റർവൽ നമുക്ക് ആദ്യം ഒന്ന് കാര്യമായിട്ട് കണ്ടുപിടിക്കാം. കാര്യം കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇപ്പൊ തന്നെ സബ്ട്രാക്ട് ഔട്ട് ചെയ്യും. ഈ L - VO TO എന്ന് പറയുന്നത് ബൈ V+VO എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിപെൻഡന്റ്ലി ഡിവൈഡ് ചെയ്യിക്കാമല്ലോ. ദാറ്റ് ഈസ് L ബൈ, നമുക്ക് ഇങ്ങനെ കൊടുക്കാമല്ലോ, L ബൈ V+VO മൈനസ് VO TO ബൈ V+VO മൈനസ് L ബൈ V+VO. സോ ഈ L ബൈ V+VOയും ഈ L ബൈ V+VOയും ക്യാൻസൽ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്ന നമുക്ക് ആ ടൈം ഇന്റർവൽ ഇങ്ങനെ കിട്ടും. Nt0, ഇവിടെ എണ്ണുണ്ട് കേട്ടോ, നേരത്തെ പോലെ നമ്മൾ എന്നത്തെ ആ ടൈമിലുള്ളതാണല്ലോ എന്നത്തെ പ്രശ്നകാരാണ്. ഇവിടെ ഞാൻ മിസ് ചെയ്തു. സോ ഇവിടെ ഞാൻ മിസ് ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് എടുക്കുന്നത് ഇവിടെ. സോ N V0 T0 VO T0 by V+VO. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് വേണമെങ്കിൽ T0ഉം N ഞാൻ ഇപ്പൊ തന്നെ കോമൺ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി 1 - V0 ഡിവൈഡഡ് ബൈ V+V0 എന്ന് വരുമല്ലോ. ഓക്കെ, അപ്പം ഈ പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമ്മളിപ്പം കണ്ടുപിടിച്ച ഈ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലില് ഡിറ്റക്ടറിന് ഡിറ്റക്ടർ കൗണ്ട് ചെയ്യുന്നത്, ഡിറ്റക്ടർ N ക്രസ്റ്റ് ആയിരിക്കും. നേരത്തെ പോലെ തന്നെയാണ് കേട്ടോ. N ക്രസ്റ്റ് ഡിറ്റക്ടർ കൗണ്ട് ചെയ്യും, ആൻഡ് സോഴ്സ്, അപ്പൊ സോഴ്സ് അല്ല, നമ്മുടെ ഒബ്സർവർ ഈ ഒരു വേവ്, സോഴ്സ് എമിറ്റ് ചെയ്യുന്ന വേവിന്റെ ടൈം എന്ന് പറയുന്നത്, ടൈം പീരീഡ് T ആയിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ, ഇത് ഒബ്സർവ്ഡ് ടൈം പീരീഡ്, അത് ഡിറ്റക്ടർ കണ്ടുപിടിക്കുന്ന ടൈം പീരീഡ് സപ്പോസ് അത് T ആണെങ്കിൽ, T എന്ന് പറയുന്നത് എന്തായിരിക്കും? T ഈസ് ഈക്വൽ ടു ഇപ്പൊ നമുക്ക് കിട്ടിയ ടോട്ടൽ ടൈം ഇന്റർവൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്രസ്റ്റ് ആണ് N. സോ T ഈസ് ഈക്വൽ ടു നമ്മുടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പഴയ പോലെ തന്നെ Nt0 into 1 minus VO by V+VO divided by N. സോ ഈ എന്നും ക്യാൻസൽ ആയിട്ട് നമുക്ക് T എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? T0 into 1 minus VO by V+VO എന്ന് വരും. ഓക്കെ, 1 by VO divided by V+VO എന്നായിരിക്കും വരിക. അപ്പം ഒബ്സർവർ ഈ ഒരു എന്താണ്, ഒബ്സർവർ മെഷർ ചെയ്യുന്ന വേവിന്റെ പീരീഡ് എന്ന് പറയുന്നതാണ് T. ഓക്കെ, that T is given by T0 into 1 minus VO divided by V+VO. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം ഇവിടെ. സോ TO into ഈ 1 minus VO by V+VO നമുക്ക് എങ്ങനെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ V+VO minus VO divided by V+VO എന്ന് വന്നല്ലോ. ഈ VOയും ക്യാൻസൽ ആയിട്ട് you will get here T0 into V by V+VO എന്ന് കിട്ടുമല്ലോ. ഞാൻ ഇപ്പഴത്തേക്കാം. So now you got T is equal to T0 into V by V+VO. ഇങ്ങനെയല്ല കിട്ടി. സോ ഞാനൊരു കാര്യം ചെയ്യും. ഇപ്പൊ എക്സ് ഇൻവേഴ്സ്, ദ ഹോൾ ഇൻവേഴ്സ് എന്നെടുത്തു കഴിഞ്ഞാൽ എക്സ് തന്നെയല്ലേ, വ്യത്യാസം വരുന്നില്ലോ. അത് എക്സിന്റെ ഇൻവേഴ്സ് എടുത്തിട്ട് അതിന്റെ ഹോൾ വീണ്ടും ഒരു ഇൻവേഴ്സും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് എക്സ് ഇറ്റ്സെൽഫ്. അതുപോലെ തന്നെ ഞാൻ ഈ
നമ്മളിപ്പോ സപ്പോസ് ടി നോട്ട് ഇൻറ്റു വി ബൈ വി പ്ലസ് വിയുടെ ഇൻവേഴ്സ് എടുക്കുന്നു, എന്നിട്ട് വീണ്ടും അതിന്റെ ഇൻവേഴ്സ് ഒന്നുകൂടെയും കൂടെ എടുത്താലും റിസൾട്ട് വിൽ ബി സെയിം ഓൺലി, റൈറ്റ്? സെയിം തിങ് ഐ വിൽ ഗെറ്റ്. അപ്പോ ടി നോട്ട് ഇൻറ്റു, ഇനി നമുക്ക് എക്സ് ഇൻവേഴ്സിനെ എങ്ങനെ എഴുതാം? 1/x എന്ന് എഴുതാമല്ലോ. സോ 1/x ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എക്സ്, അല്ലെ? അതുപോലെ തന്നെ ഈ വൈ ബൈ വി പ്ലസ് വിയുടെ ഇൻവേഴ്സിനെ ഞാൻ 1/v പ്ലസ് വിഒ എന്ന് എഴുതി. എന്നിട്ട് ഓൾറെഡി ഒരു ഇൻവേഴ്സ് അവിടെ പുറത്തും കിടപ്പുണ്ട്. ഇനി 1/x എന്ന് പറയുന്നത് എന്താണ്? 1/x മീൻസ് നമ്മള് നമുക്ക് സോറി, ഇവിടെ നോക്കിക്കേ, ഈ 1ന്റെ താഴത്തെ ഈ ഡിനോമിനേറ്റർ ഇവിടെ നോക്കിയാൽ മതി. 1ന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് വീണ്ടും ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഫ്രാക്ഷൻ വരുമ്പോൾ ഈ ഫ്രാക്ഷൻ നമ്മൾ മേളിലേക്ക് എടുക്കുമ്പോൾ എന്ത് പറ്റും? ഇതിന്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് പോകും, അല്ലെ? യൂഷ്വലി നമുക്കറിയാം, നമുക്ക് മാത്സിൽ അറിയാം. സോ ടി നോട്ട് ഇൻറ്റു 1/v പ്ലസ് വി നോട്ട് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു വി പ്ലസ് വി നോട്ട് ബൈ വി പ്ലസ് വിഒ ബൈ വി എന്നാണ്. സോ I could write like v plus vo divided by v എന്ന് എനിക്ക് എഴുതാം. ഒരു ഇൻവേഴ്സ് ഓൾറെഡി പുറത്ത് കിടപ്പുണ്ട്, അല്ലെ? ആൻഡ് ഇനി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്ത് ടി നോട്ട് ഇൻറ്റു വി ബൈ വി പ്ലസ് വി നോട്ട് ബൈ വി എന്ന് എനിക്ക് എഴുതാമല്ലോ, ദ ഹോൾ ഇൻവേഴ്സ്. ഇപ്പൊ വിയും കൂടി ക്യാൻസൽ ആയിട്ട് 1 ആവും. സോ ദിസ് വിൽ ബി ടി നോട്ട് ഇൻറ്റു 1 പ്ലസ് വിഒ ബൈ വി ദ ഹോൾ ഇൻവേഴ്സ് വരും. സോ ടി ഈസ് ഈക്വൽ ടു T naught into 1 plus V naught by V the whole inverse എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസി എടുക്കുന്നു. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, ദാറ്റ് ഇസ് ദ ന്യൂ observed frequency. I am interested in the observed frequency, which is new. And T naught എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഒബ്സർവ് ഫ്രീക്വൻസി ന്യൂ കാണാൻ 1/t എടുത്തു കഴിഞ്ഞാൽ മതി. ഇഫ് യു ടേക്ക് 1/t നോട്ട്, അതിനെ നമ്മൾ ന്യൂ നോട്ട് ആയിട്ട് എടുക്കുവാണെങ്കിൽ, ന്യൂ ഓ ആയിട്ട് എടുക്കുവാണെങ്കിൽ, ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ഫ്രീക്വൻസി ഒബ്സർവ്ഡ് വെൻ ഒബ്സർവർ ഈസ് മൂവിങ്, അല്ലെ? ഒബ്സർവർ ഈസ് മൂവിങ്, ആ ഫ്രീക്വൻസി ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ മൊത്തത്തിലുള്ള ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് 1/t is equal to 1/t naught into 1 ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 1 plus v naught by v the whole inverse. 1 plus v naught by v the whole inverse. ഇപ്പൊ 1/t എന്ന് പറയുന്നത് ന്യൂ, 1/t naught എന്ന് പറയുന്നത് ന്യൂ നോട്ട് ആയിട്ടാണ് എടുത്തത്, അല്ലെ? ന്യൂ നോട്ട് ഇൻറ്റു 1/1 plus v naught by v the whole inverse എന്ന് പറയുമ്പോ എന്താണ്? ഇത് മുകളിലേക്ക് പോകുമ്പോ ഇൻറ്റു 1 പ്ലസ് വി നോട്ട് ബൈ വി എന്ന് തന്നെ വരും. ബിക്കോസ് ഈ താഴത്തെ സാധനം എന്താ? ഇൻവേഴ്സ് അല്ലേ? ദാറ്റ് മീൻസ് ഇവിടെ കിടക്കുന്ന 1/1 പ്ലസ് വി നോട്ട് ബൈ വി എന്നുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. സി, ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസിക്കലി. അപ്പൊ ഇത് മുകളിലേക്ക് പോകുമ്പോ എന്ത് വരും? 1 ഇൻറ്റു 1 പ്ലസ് വി നോട്ട് ബൈ വി ബൈ 1 എന്നായിരിക്കും വരിക. അതായത് ഇത് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന 1 പ്ലസ് വി നോട്ട് ബൈ വി എന്നാണ്. So you got it like this. Nu is equal to nu naught into 1 plus u by v naught. See, ഇപ്പൊ നമ്മുടെ ഈ വിഒ ബൈ വി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആവുകയും നമ്മുടെ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ നോട്ട് എന്ന് വരും. അത് ന്യൂ നോട്ടും സെയിം ആവും. അതായത് ഒബ്സർവർ മൂവ് ചെയ്താലും സോഴ്സ് മൂവ് ചെയ്താലും എങ്ങനെയാണെങ്കിലും എന്താണ്? ഈ ഒരു കേസ് ഒരേപോലെ ഇരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മളുടെ ഈ ഒരു സെക്ഷൻ. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ബോത്ത് സോഴ്സ് ആൻഡ് ഒബ്സർവർ മൂവിങ് ആണ്. അടുത്ത നമ്മൾ 3 സിറ്റുവേഷൻസ് ആണ് പറഞ്ഞത്. അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 2 സോഴ്സും ഒബ്സർവറും മൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ താങ്ക് യു.